സഹോദരൻ അയ്യപ്പന്റെ 56ാമത് ചരമവാർഷിക ദിനാചരണം നടത്തി. സഹോദരൻ സ്മാരകത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്മാരക കമ്മിറ്റി ചെയർമാൻ എസ് ശർമ്മ അധ്യക്ഷത വഹിച്ചു. കുമാരി ആരതി ദേവദാസ് സഹോദരന്റെ കവിതാലാപനം ചെയ്തു. ജോഷി ഡോൺ ബോസ്കോ, പ്രൊഫസർ എം എസ് മുരളി, സിപ്പി പള്ളിപ്പുറം, ഡോക്ടർ കെ കെ ജോഷി, സൂരജ് എന്നിവർ പ്രസംഗിച്ചു. സഹോദരൻ അയ്യപ്പന്റെ ധാരണം കൊണ്ട് സംതൃപ്തരായി കഴിയുന്ന മനുഷ്യരെ അവരുടെ ആലസ്യത്തിൽ നിന്നുണർത്തി മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം ഉത്ബോധിപ്പിക്കാനാണ് ഈ കവിതയുടെ ശ്രമം. സ്നേഹത്തിലൂടെയാണ് മനുഷ്യൻ മഹത്വത്തിലേക്ക് വളരുന്നത്. ആ സ്നേഹമാകട്ടെ ത്യാഗം ചെയ്യാൻ ഏവരെയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ത്യാഗത്തിലൂടെയാണ് സ്നേഹം സാഫല്യമടയുന്നത്. പടിപടിയായുള്ള ത്യാഗത്തിലൂടെ മാത്രമേ മനുഷ്യന് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവ്യശക്തി ഉൾക്കൊള്ളാൻ കഴിയൂ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: സ്വാർത്ഥ പരിത്യാഗമാണ് ഏതൊരാളുടെയും സ്വാതന്ത്ര്യബോധം വിളംബരം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ലോകസേവനം എന്ന ആദർശത്തിന് പരമമായ പ്രാധാന്യം സിദ്ധിക്കുന്നു. ഉജ്ജീവനം. ആദിമ സ്വാതന്ത്ര്യത്തിനോമന കുഞ്ഞുങ്ങളെ പാടുവിൻ സഹചരെ നിങ്ങളുടെ കഴിവുകൾ. ആനന്ദ സുധാരസം നുകർന്നു ഭൂവിൽ തന്നെ സ്വരാജ്യം ഭരിക്കേണ്ട വിബുധരല്ലോ നിങ്ങൾ. നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗളമഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെ തട്ടി നിങ്ങൾ ഉണർത്തി വിട്ടിടുകിൽ അതുതാൻ കാമധേനു നിങ്ങൾക്കു സഹചരേ. ആസുരശക്തികളാൽ അല്പാൽപ പരിഭൂതി ചേരുകിലുണ്ടോ നിങ്ങൾ? ദേവകൾ തളരുന്നു. തോൽവിതാനോർത്തിയിടുക നിങ്ങൾക്കു രത്നങ്ങളെ. ധീതിഥി ചിന്താനുള്ള ക്ഷാണഘർഷണമല്ലോ. മറന്നു നിങ്ങൾ ആത്മശക്തികൾ, അതിനാലെ മറഞ്ഞു നിങ്ങളുടെ പെരുമയെ പേരുമേ. കേവല പൊരുളിൻ്റെ മരിക്കാമക്കളായ ഭാവുകന്മാരെ നിങ്ങളെന്തിനെ കൂസിയിടണം? ഉണർന്നു സജ്ജരായി മുന്നോട്ടു പാഞ്ഞിടുവിൻ. തകർന്നു തരിപ്പണമാകട്ടെ തടസ്സങ്ങൾ. മനുജ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിന്നിടുന്ന മലിന വിശ്വാസവും വികലാചാരങ്ങളും അധികാരാസക്തിയും അഗതി നിന്ദനവും സകലമെതിർത്താശു പൊടിച്ചു പാറ്റിയിടുവിൻ. ഒരിക്കൽ വീണു ചീഞ്ഞു പുഴുവിൻ നിറയാമീ തടിക്കു വേണ്ടി തന്നെ ജീവിതം തുലയ്ക്കല്ലേ. മനുഷ്യജന്മം നേടി പുഴുവോ പോത്തോ പോലെ നിറച്ചു തിന്നു ചത്താൽ എന്തൊരു ഫലമുള്ളൂ? മാനുഷലോകത്തിൻ്റെ മഹത്വമേറ്റാൻ വേണ്ടി ജീവിച്ചു ശരീരത്തെ ത്യജിക്കും പുരുഷന്മാർ. അവരെ ജയിച്ചവർ, അവരെ ജീവിച്ചവർ, അവരെ മരിച്ചവർ അന്യരോ ജീവൻ മൃതർ. അത്തരം പുഴുക്കടെ ജന്മവും ജീവിതവും മൃത്യുവും ആരാനുണ്ടോ കണക്കു കൂട്ടിയിടുന്നു. ആകയാൽ അസ്വാതന്ത്ര്യം നരകം തന്നിൽ നിന്നും ലോകരെ കയറ്റുന്ന പാവനധർമ്മത്തിനായി കരണത്രിദയവും ഒഴിഞ്ഞുവെച്ചുരാവും പകലും ശ്രമിക്കുവിൻ നിസ്തന്ത്രം സഹചരേ. അന്ധമാമധികാരം തന്നുടെ ചവിട്ടേറ്റു നൊന്തിരാ മുറിയിട്ടു കേഴുന്നു കേട്ടീ
നിങ്ങളുടെ സഹജന്മാരെത്രയോ ലക്ഷലക്ഷം, നിങ്ങളെ രക്ഷയവർക്കായതു ചിന്തിക്കുവിൻ. നിങ്ങളുടെ സഹജന്മാരെത്രയോ ലക്ഷലക്ഷം, നിങ്ങളെ രക്ഷ അവർക്കായതു ചിന്തിക്കുവിൻ. നന്ദി. സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ എസ് ശർമ്മ അവർകൾ, വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കാൻ ഉദ്ദേശിച്ച സമയത്തേക്കാളും അല്പം വൈകിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ വേദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ സഹോദരൻ അയ്യപ്പൻ്റെ 56ാമത് ചരമവാർഷിക ദിനത്തിൻ്റെ അനുസ്മരണത്തിലാണ് നമ്മളെല്ലാവരും. ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുൻപും അതിന് പിന്നീടും കേരളത്തിൽ ജീവിച്ച മലയാളികളുടെ മാതൃഭൂമിയുടെ ദിശ നിർണയിച്ച ഉന്നത വ്യക്തിത്വങ്ങളിൽ സമാനതകളില്ലാത്ത പേരാണ് സഹോദരൻ അയ്യപ്പൻ്റെ. നമുക്കറിയാം, കേരളത്തിൽ മുഴുവൻ സ്വാധീനം ആർജിച്ച രാഷ്ട്രീയ പ്രവർത്തകർ നിരവധിയുണ്ട്. അതുപോലെ യുക്തിവാദത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ പ്രതിഭകളുണ്ട്. സാമൂഹ്യ പരിഷ്കരണത്തിൽ പ്രവർത്തിച്ചവരുണ്ട്. പക്ഷേ ഈ നാനാവിധമായ മേഖലകളിൽ എല്ലാം ഒരു മനുഷ്യനിൽ സമ്മേളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയാകെ ഒരു നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച പ്രതിഭകളെ നമ്മൾ കണക്കിലെടുത്താൽ സഹോദരൻ അയ്യപ്പന് സമാനമായി മറ്റൊരു പ്രതിഭയെ കണ്ടെത്തുക ദുഷ്കരമാണ്. ഇത്തരത്തിൽ ശാസ്ത്രബോധം മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ സ്വാധീനം, മാധ്യമ മേഖലയിലുള്ള തൻ്റെ പ്രാഗൽഭ്യമൊക്കെ വിനിയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രകാശമാനമായ ഒരു ലോകത്തേക്ക് നയിക്കാൻ പ്രതിജ്ഞാബദ്ധനായി പ്രവർത്തിച്ച ഒരു മഹാനുഭാവനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ 56ാമത് ചരമവാർഷിക ദിനാചരണത്തിൽ ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രൊഫസർ നാരായണനോട്, കാലടി ശങ്കരിയിലെ വൈസ് ചാൻസലറോട് ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ആധുനിക കേരളം വളർന്ന് വലുതായി വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വളർച്ചയിലും ആ വളർച്ചക്കടിസ്ഥാനമായ വീക്ഷണത്തിലും രക്തോട്ടം പോലെ ചരിത്രത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള മഹനീയ വ്യക്തിത്വമാണ് സഹോദരൻ്റേത്. പ്രൊഫസർ ജോഷി സ്വാഗത സംഭാഷണത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത വിധം കർമ്മമണ്ഡലത്തിൽ കരുത്ത് തെളിയിക്കുകയും ഒരു നവകേരള നിർമ്മിതിക്ക് വേണ്ടി
ചരിത്രപരമായ ദൗത്യം വിജയകരമായി ഏറ്റെടുത്ത് മാതൃകാപരമായി നയിക്കുന്നത് കേരളത്തിൻ്റെ കിടാവിളക്കാണ് സഹോദരൻ എന്ന കാര്യം അവിതർക്കിതമാണ്. ജാതി ചിന്തകളിലും ജാത്യാചാരങ്ങളിലും മതാന്ധതകളിലും അകപ്പെട്ടുപോയ കേരള സമൂഹത്തെ പുനർനിർമ്മിക്കുന്നതിലും ഉള്ളടക്കം കൊണ്ടും വീക്ഷണം കൊണ്ടും ശ്രേഷ്ഠവും സമ്പന്നവുമായ മാതൃകാ ദൗത്യത്തിലൂടെ കേരളത്തിൻ്റെ വളർച്ചയിൽ ഇതിഹാസ സമാനമായ പങ്കുവഹിക്കുന്നതിലും നേതൃത്വം കൊടുക്കുന്നതിലും സഹോദരന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല, ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും ലോകത്തിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ചും സമഗ്രതയിൽ അപഗ്രഥിക്കുകയും സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചമായി പങ്കുവഹിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട അർഹതപ്പെട്ട ഒന്നാണ്. അദ്ദേഹം ഒരു ഭരണകർത്താവായിരുന്നു. കേരളം കണ്ട, ഇന്ത്യ കണ്ട മഹത്തായ ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം. യുക്തിചിന്തയിൽ നേതൃത്വം കൊടുത്ത് പങ്കുവഹിക്കുന്നതിൽ നേതൃസ്ഥാനീയനായി. സാമൂഹ്യമായ തിന്മകളോട് കലഹിക്കുന്നതിൽ ശാസ്ത്രത്തിൻ്റെ വഴികളെ നേരിൻ്റെ വഴികളിലൂടെ നയിക്കുന്നതിനും യുക്തിബോധത്തെയും ശാസ്ത്രചിന്തയെയും ഒരേ സമയത്ത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വഴികാട്ടിയായി പങ്കുവഹിക്കുന്നതിലും വിജയം കൈവരിച്ച സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു സഹോദരൻ. സഹാക്കളെ എന്ന സംബോധന കേരളത്തിൽ ആദ്യം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രഥമസ്ഥാനീയനാണ് സഹോദരൻ. ആയിരത്തി 1917 ലോക ചരിത്രത്തിലെ മഹത്തായ റവല്യൂഷൻ ലോകത്തിന് സംഭാവന നൽകിയ സോവിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യം കിട്ടി നവംബർ 7 സോവിയറ്റ് റഷ്യയുടെ യൂണിയന്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഈ ചെറായിയിൽ
സഹോദരൻ വിളിച്ചു ചേർത്ത യോഗം റെഡ് സല്യൂട്ട് ടു സോവിയറ്റ് റഷ്യ. സഹോദരന്റെ ഈ ആഹ്വാനം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ചെറായി ഒത്തുചേർന്നു. വിഷയം ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ വിജയം കൈവരിച്ച മഹത്തായ സോവിയറ്റ് യൂണിയനെ അഭിവാദ്യം ചെയ്യാനായിരുന്നു. ഒരു ചുവന്ന ബനിയൻ, ഒരു ചുവന്ന നിക്കർ, ചുവന്ന ബനിയനും ചുവന്ന നിക്കറും ധരിച്ച് ആര് കേരളത്തിലെ നോവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലെ കാരണവരും ചെറായി പാലത്തിന്റെ തൊട്ടപ്പുറത്ത് താമസക്കാരനുമായിരുന്ന മഹാനായ PK ശിവദേവ് ഒറ്റക്ക് സഹോദരൻ വിളിച്ചു ചേർത്ത്. അന്ന് പാലുമില്ല, ചെറായി പാലുമില്ല. ഒറ്റക്ക് പെരുമിടുന്ന നല്ലയിടത്ത് വീട്ടിൽ നിന്നു കേശവദേവ് ഈ ചുവന്ന ബനിയനും ചുവന്ന നിക്കറും ധരിച്ച് സോവിയറ്റ് യൂണിയനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒറ്റക്ക് മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ അക്കാലത്ത് സാഹിത്യ ലോകത്തെയും സാംസ്കാരിക ലോകത്തെയും സ്വാധീനിക്കാൻ കഴിഞ്ഞ സാംസ്കാരിക നവോത്ഥാന നായകൻ കൂടിയായിരുന്നു സഹോദരൻ. കേരളം കണ്ട തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു. ഇന്ന് വൈപ്പിൻ ഗോശ്രീ പാലം ഈ കരയുടെ വളർച്ചയിൽ ചരിത്രത്തോളം വലിപ്പമുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സഹോദരൻ സ്വപ്നം കണ്ടതായിരുന്നു. സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സഹോദരൻ സ്വപ്നം കണ്ടത് ഈ മണ്ണിൽ യാഥാർത്ഥ്യമാക്കാൻ വൈപ്പിൻ എറണാകുളം പാലം, ഗോശ്രീ പാലങ്ങൾ നിർമ്മിക്കുന്നത് സഹോദരന്റെ ചിന്തയെ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. AP വർക്കി, ഞാനിന്ന് മന്ത്രിസഭയിൽ അംഗമാണ്. കേരളത്തിലെ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി. പാലം പണിയാൻ പണമില്ല, ടെൻഡർ കഴിഞ്ഞു, പാലം പണിയാൻ പണമില്ല. AP വർക്കി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ശർമ്മ, ഭരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ചിലത് ചെയ്യേണ്ടി വരും, അത് കരുതി കൂട്ടിയായിരിക്കണം. ആ വൈപ്പിൻ പാലം സഹോദരൻ്റെ കാലത്ത് ഉയർന്നു വന്ന ചിന്തയാണ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വഴി നോക്കാൻ പറഞ്ഞു. AP അത്രേ പറയുള്ളൂ. ബാക്കി അതിൻ്റെ പിന്നിൽ കിടക്കുന്ന വിശാല ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊപ്പം 4-5 വർഷക്കാലം ഒരു മുറിയിൽ താമസിച്ചിരുന്ന ആളെന്നുള്ള നിലക്ക് എനിക്ക് കൃത്യമായിട്ടറിയാം. മാരുതി ലോഡ്ജിൽ കൃത്യം അറിയാം. ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ ആ വാക്കിൻ്റെ പിന്നിൽ ലോകം എന്താണെന്ന് അറിയാൻ അവസരം ലഭിച്ചിട്ടുള്ളൊരു ആളെന്നുള്ള നിലക്ക് സഹകരണ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ സഹകരണ ബാങ്ക് കൺസോർഷ്യം ഉണ്ടാക്കി. ആ കൺസോർഷ്യത്തിൽ ഉണ്ടാക്കിയ ഫണ്ടാണ് സഹോദരൻ സ്വപ്നം കണ്ട അത് യാഥാർത്ഥ്യമാക്കാൻ അന്നത്തെ മന്ത്രിസഭയിലെ അക്കാലത്ത് അംഗമായിരുന്ന എനിക്ക് സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊണ്ട് അതേ സഹോദരൻ്റെ ട്രസ്റ്റിൻ്റെ ചുമതല വഹിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത് പൊതുജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, അഭിമാനകരമായ ഒരു ദൗത്യമായി കണക്കാക്കുക. ഇനി സഹോദരൻ്റെ വിശ്രമോചനത്തിൻ്റെ സ്മരണ 100 വർഷക്കാലം, ഒരു ദശാബ്ദക്കാലം, ഒരു ശതാബ്ദി
കാലം 100 വർഷം പിന്നിടുന്ന അവസരത്തിൽ പിന്നിട്ടു മിശ്രഭോജനത്തെ അനുസ്മരിക്കുന്ന സ്മൃതി മണ്ഡപം പ്രോജക്റ്റ് എല്ലാം ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. മന്ത്രി ഇവിടെ വരാൻ പറഞ്ഞു. മന്ത്രി ഇവിടെ വന്നിരുന്നു. ഞാനും CP മാഷും നമ്മുടെ ജോഷി മാഷും ഇവിടുത്തെ സ്വാഗതം പറഞ്ഞ ജോഷി മാഷും പ്രസംഗിക്കാനുള്ള മുരളിയും അവരെല്ലാവരും ഉണ്ടായിരുന്നു. ചർച്ച നടത്തി ഫണ്ട് അനുവദിക്കാമെന്ന് വാക്ക് പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കൂടി ഞാൻ കണ്ടിരുന്ന തിരുവനന്തപുരത്ത് വെച്ച്. വാക്ക് ചാക്കാകുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞ വ്യക്തിപരമല്ല, സഹോദര സ്മരണയെ സമൂഹത്തിൽ സംരക്ഷിക്കുന്ന മഹത്തായൊരു ദൗത്യമാണ്. ആ ദൗത്യം വിജയകരമാക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അപ്പോൾ അത് മന്ത്രി ഏറ്റിട്ടുണ്ട്. മാർച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ബഡ്ജറ്റ് ഇപ്പോൾ പൈസ കുറച്ച് ടൈറ്റ് ഉണ്ട്. ആ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് നമ്മൾ കാണണ്ട. അത് പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞേക്കുമെന്ന് തോന്നുന്നു. സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. വായ്പ എടുക്കാനുള്ള തുക 13,000 കോടിക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഇന്നലെ സുപ്രീം കോടതി തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്ത് ബാക്കിയുള്ള സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് സെറ്റിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ പ്രതിസന്ധികളെ അപ്പോൾ നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ടതിന് വേണ്ടിയായിരുന്നു ഒരു ലീഗൽ ഫൈറ്റ് എന്ന് കാലം തെളിയിച്ചു. അതുകൊണ്ടാണ് അർഹതയില്ലെങ്കിൽ തരൂല്ലോ. അർഹതയില്ലെങ്കിൽ തരൂല്ലല്ലോ. അർഹത ഉണ്ടായിട്ട് തന്നില്ല. നിയമപരമായി ഫൈറ്റ് ചെയ്യേണ്ടിയുള്ളൂ. ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിച്ചും രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിരക്ഷിച്ചും സുശക്തമായൊരു കേന്ദ്രത്തിൻ്റെ കീഴിൽ മുമ്പോട്ട് പോകുന്ന കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുള്ളത്. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് അനാചാരങ്ങൾക്കും ജാത്യാചാരങ്ങൾക്കും മതാന്ധതകൾക്കുമെതിരെ അതിശക്തമായ പോരാട്ടം നടത്താൻ സഹോദരന് കഴിഞ്ഞിരുന്നുവെങ്കിൽ സഹോദരനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ അനീതി ഒരു തലത്തിലും വെച്ചു പൊറുപ്പിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. അപ്പൊ അവരുടെ സ്മരണ പുതുക്കുമ്പോൾ അനീതിക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളോടൊത്ത് ജീവിക്കുക, അതാണ് ഈ വർഷത്തെ സഹോദര സന്ദേശത്തിൻ്റെ കരുത്ത് സന്ദേശം എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം 56ാമത് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ MV നാരായണനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. വാക്കുകൾ. സഹോദരൻ അയ്യപ്പൻ എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളും ഉണ്ടാവും. അതിൽ ചില ഉത്തരങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. പന്തിഭോജനം നിർവഹിച്ച ആൾ, മിശ്രവിവാഹത്തിനും മിശ്രഭോജനത്തിനും വേണ്ടി മുൻകൈയെടുത്ത ആൾ, പത്രപ്രവർത്തകൻ, വിപ്ലവത്തിന് ശേഷം ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പ്രയോഗം നടത്തുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ കൃതികളിലൂടെ ഒന്ന് വേഗം കണ്ണോടിച്ചാൽ 3 വാക്കുകൾ എഴുന്നു നിൽക്കുന്നത് കാണാം. ഒന്ന് സഹജർ, 2 സോദരർ അല്ലെങ്കിൽ സഹോദരർ, 3 സഖാക്കൾ. ഈ 3 വാക്കുകൾ കേവലം ആകസ്മികമല്ല. അവ വളരെ കൃത്യമായ തത്വചിന്താപരമായ, രാഷ്ട്രീയപരമായ, സാമൂഹികമായ
ഒരു സമഗ്ര ദർശനത്തിൽ നിന്നും ഉടലെടുക്കുന്ന വാക്കുകളാണ്. സഹചരെ എന്നത് നമ്മൾ, അല്ലെങ്കിൽ സഹചർ എന്നത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന കൂടപ്പിറപ്പുകളാണ്. ഒരേപോലെ ഒരുമിച്ച് ജന്മമെടുക്കുന്നവർ, മനുഷ്യജാതി എന്ന് നാരായണ ഗുരു വിശേഷിപ്പിച്ചവർ. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു സ്പീഷീസ് എന്ന നിലയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്ന, ഒരുപോലെ ജന്മമെടുക്കുന്നവരെ സഹചരെ എന്ന് വിളിക്കുമ്പോൾ, സാഹോദര്യത്തിലൂന്നി അവിടെയും കൂടപ്പിറപ്പിൻ്റെ ഒരു സ്വഭാവം വരുമ്പോൾ, ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടന്ന് അവിടെ അടുപ്പത്തിൻ്റെ, തമ്മിൽ കൂടിച്ചേർന്ന് നിൽക്കുന്നതിൻ്റെ, ഒത്തൊരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സൂചന വരുന്നു. സഖാക്കളെത്തുമ്പോൾ അത് മൈത്രിയായിട്ട് മാറുന്നു. സഹോദരൻ അയ്യപ്പനെ സ്വാധീനിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും. 1 ഗുരുവായിരുന്നു, 2 ബുദ്ധനായിരുന്നു, 3 അംബേദ്കർ ആയിരുന്നു, 4 ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നപ്പോഴും ഗാന്ധിജിയായിരുന്നു. ഇതിൽ നിന്നെല്ലാം അദ്ദേഹം സ്വീകരിച്ചത് ഒരുപക്ഷെ കേരളത്തിന് തനതായ, കേരളത്തിൻ്റെ സ്വന്തം സവിശേഷമായ സാഹചര്യങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജനാധിപത്യ ബോധമാണ്. പലപ്പോഴും ജനാധിപത്യത്തെ പാശ്ചാത്യ ദേശത്തിൻ്റെ, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി, അവരുടെ അനുഭവത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമായാണ് സാമൂഹിക ശാസ്ത്രജ്ഞർ സ്ഥാനപ്പെടുത്താറ്. പ്രധാനമായും ഫ്രഞ്ച് വിപ്ലവത്തിലെ ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഈക്വാലിറ്റി എന്ന് പറയുന്ന സങ്കല്പങ്ങളുടെ തുടർച്ചയായി ജനങ്ങൾ എല്ലാവരും തുല്യരാണ് എന്ന ബോധത്തിൽ ഊന്നിക്കൊണ്ട് ഏതെങ്കിലും ഉന്നത കുലജാതരോ ഉയർന്ന വംശത്തിൽപ്പെട്ടവരോ ദൈവത്താൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് കരുതുന്നവരോ അല്ലാതെ സാധാരണ മനുഷ്യർ സ്വയം ഭരിക്കുന്ന ഒരു സംവിധാനത്തെ ജനാധിപത്യം എന്ന രീതിയിൽ അവിടെ കാണപ്പെടുകയുണ്ടായി. ആ കാണുന്നതിൽ ഏറ്റവും വലിയ തടസ്സമായി നിന്നത് പാശ്ചാത്യ ദേശങ്ങളിൽ നിലനിന്നിരുന്ന വർഗവ്യത്യാസങ്ങളും അവിടെ ഉണ്ടായിരുന്ന അരിസ്റ്റോക്രസി എന്ന് പറയുന്ന ഒരു രീതിയുമായിരുന്നു. കേരളത്തിൽ അതിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത് ജാതിയായിരുന്നു, മതമായിരുന്നു. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ദർശനം എന്നത് ഓരോ സവിശേഷമായ ഘട്ടത്തിലും, അത് പന്തിഭോജന പ്രസ്ഥാനമാണെങ്കിലും മിശ്രവിവാഹ പ്രസ്ഥാനമാണെങ്കിലും യുക്തിവാദ പ്രസ്ഥാനമാണെങ്കിലും മനുഷ്യാവകാശം, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്, അത് കേരളത്തിലാണ്. മനുഷ്യാവകാശ പ്രസ്ഥാനമാണെങ്കിലും അതിൻ്റെ എല്ലാം അടിത്തട്ടിൽ തന്നെ നിന്നിരുന്നത് ഈ ഒരു ജനാധിപത്യ ബോധം തന്നെയായിരുന്നു. ജനങ്ങളാൽ നയിക്കപ്പെടുന്ന, ജനങ്ങൾ ഒത്തുചേർന്ന് തീർക്കുന്ന, അത് അനാർക്കിയല്ല, അത് കൃത്യമായ ദി ആർക്കി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ അധികാരം എന്ന നിലയ്ക്കുള്ള ഒരു സങ്കല്പം തന്നെയായിരുന്നു. എം.എൻ. ശ്രീനിവാസ് എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റ്, നരവംശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന സങ്കല്പവുമായി, സംസ്കൃതവൽക്കരണം എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. പലപ്പോഴും സസ്യഭോജനം എന്നത്, വെജിറ്റേറിയനിസം എന്നത് സാമൂഹികമായ പ്രക്രിയകളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ് എന്ന് പറയുന്നു. ഏതാണ്ട് ഒരേ സാമൂഹികവും സാമ്പത്തികവുമായ തലങ്ങളിൽ നിൽക്കുന്ന 2 സമുദായങ്ങളുണ്ട് എന്ന് കരുതുക.
അതിലൊരു സമുദായം അല്ലെങ്കിൽ ഒരു കൂട്ടം രാജവാഴ്ചയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളുടെ ഫലമായിട്ടോ സാമ്പത്തികമായും രാഷ്ട്രീയപരമായും തല്ലൊരു ഉന്നതി കൈവരിച്ചു എന്ന് സങ്കല്പിക്കുക. ആ ഒരു ഘട്ടത്തിൽ അതുവരെയും തങ്ങളുടെ തുല്യരായി പരിഗണിച്ചിരുന്ന മറ്റേ സമുദായത്തിൽ നിന്നും തങ്ങളുടെ വ്യത്യാസവും പ്രാധാന്യവും സൂചിപ്പിക്കുവാനായി അവർ പലപ്പോഴും ആദ്യം ചെയ്തിരുന്നത് അതുവരെയും തങ്ങൾ കഴിച്ചിരുന്നതും മറ്റുള്ളവർ ഇപ്പോഴും കഴിക്കുന്നതുമായ ഒരു ഭക്ഷണ പദാർത്ഥം കഴിക്കാതെയാവുന്നു. അത് പലപ്പോഴും മാംസവും ഇറച്ചിയും ആയിരിക്കും. അത് വേണ്ട എന്ന് വയ്ക്കുന്നതോടുകൂടി അവരോടൊപ്പം ഭക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയില്ല, അവർ തങ്ങളെക്കാളും നീചരാണ് എന്ന സങ്കല്പം ഉടലെടുക്കുന്നു. ആദ്യം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. നരവംശാസ്ത്രപരമായി തന്നെ ഇത്തരത്തിൽ അധികാരത്തിൻ്റെ സാമൂഹികമായ പ്രാമാണിത്വത്തിൻ്റെ ഗ്രാഹ്യത്തിനകത്ത് ഇത്തരം ത്യാജ്യങ്ങളുണ്ട്. ചിലത് വേണ്ട എന്ന് വയ്ക്കുന്നതിലൂടെ, ചിലത് തിരസ്കരിക്കുന്നതിലൂടെ, ചിലത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പ്രസ്താവിക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്നും തങ്ങൾ ഉന്നതരാണ്, വ്യത്യസ്തരാണ് എന്ന് സ്വയം സ്ഥാനപ്പെടുത്തുന്ന ഒരു രീതി. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഭക്ഷണത്തിന് ക്രമങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ അത് ഒരു വശത്ത് വളരെ കൃത്യമായി ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരാണ്, അവിടെ ലഭ്യമായ സസ്യേതര ജാലങ്ങൾ എന്തൊക്കെയാണ് എന്നത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നിരിക്കലും. ഉദാഹരണത്തിന് ജപ്പാനിൽ സീവീഡ് എന്ന് പറയുന്ന കടലിൽ നിന്നും ലഭ്യമായിട്ടുള്ള പായൽ, അത് നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമായി നാം പരിഗണിക്കുന്നില്ല, അവർ ഭക്ഷ്യയോഗ്യമായി അതിനെ പരിഗണിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് അത്. അത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ടുണ്ടാകുന്ന ഭക്ഷണ രീതികളുണ്ടാകാം. പക്ഷേ അതിനപ്പുറം പോകുമ്പോൾ ഭക്ഷണ രീതികൾക്കകത്ത് വളരെ കൃത്യമായ വ്യക്തമായ സാമൂഹികമായ വിഭജനങ്ങളുണ്ട്, അധികാരത്തിൻ്റെ മുദ്രണങ്ങളുണ്ട്, ഒഴിവാക്കലുകളുടെ സാധ്യതകൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന സഹോദരൻ അയ്യപ്പൻ്റെ ആ പ്രവൃത്തി ഒരുപക്ഷെ പുറമേ കാണുമ്പോൾ രണ്ട് ജാതി വിഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുക എന്ന വളരെ ലളിതമായ, അന്നൊട്ടും ലളിതമല്ല കേട്ടോ, ഇന്നത് ലളിതമായിട്ട് തോന്നുന്നു, വളരെ ലളിതമായ, ജീവൻ വരെ പോയ ആളുകളുണ്ട്, വളരെ ലളിതമായ ഒരു കർമ്മമായി കാണുമ്പോഴും അദ്ദേഹം യഥാർത്ഥത്തിൽ അതിൽ ഉന്നം വെച്ചത് ഇതിൻ്റെയൊക്കെ അടിത്തട്ടിൽ നിൽക്കുന്ന ജാതീയമായ, മനുഷ്യശാസ്ത്രപരമായ, നരവംശാസ്ത്രപരമായ ചില പ്രതിലോമകരമായ ധ്വനികളെയും അതിൻ്റെ സാധ്യതകളെയുമാണ്. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുന്ന, താനും പരനും തമ്മിലുള്ള വ്യത്യാസം രൂഢമൂലമാക്കുന്ന, ഇവൻ താൻ എന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം എന്ന് നാരായണ ഗുരു പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഇവനെയും അവനെയും വേർതിരിക്കുന്നത് എന്തോ ആ വേർതിരിവുകളെ ഉല്ലംഘിക്കുന്ന രീതിയിലുള്ള, അവരെ കൂട്ടിച്ചേർക്കുന്നതിലുള്ള, അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി എന്നത് രൂപീകരിക്കുവാനുള്ള ശ്രമമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റേത്. ഇത് വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. പലപ്പോഴും സഹോദരൻ അയ്യപ്പൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ അന്ന് അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ അന്നത്തെ ഒരു ജ്ഞാനമണ്ഡലത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് നോക്കിക്കാണുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് ഇന്ന് നമുക്ക് ലഭ്യമായ കുറേ കൂടി വികസിതമായ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ആയ
ധാരണകളിലൂടെ മനസ്സിലാക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ആ അർത്ഥത്തിലാണ് ഒരുപക്ഷെ അയ്യങ്കാളി മുഖവരെയും കർഷകരെയും കൂട്ടി യോജിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും കിട്ടുന്ന ലഭ്യത മറ്റവരുമായി ഷെയർ ചെയ്യുന്നതിലൂടെ, പങ്കുവയ്ക്കുന്നതിലൂടെ ഒരു സമരത്തിന് വീര്യം പകരുവാനും അത് തുടർന്നു കൊണ്ടുപോകുവാനുള്ള ശ്രമമുണ്ടായപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നൊരു സങ്കല്പം, അയ്യങ്കാളിയെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഈ വാക്കുകളൊക്കെ പിന്നീട് വരുന്നതാണ്, പ്രവൃത്തിയാണ് ആദ്യം വരുന്നത്. അന്യോന്യം ബന്ധപ്പെടുന്ന വിവിധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അന്യോന്യം ഗുണപ്രദമായ രീതിയിൽ സംഘാടനം നടത്തുകയും അവർ തമ്മിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ പങ്കുവയ്ക്കുകയും അവർ സഖാക്കളായും തീരുന്ന ഒരു പ്രക്രിയയെ സിവിൽ സൊസൈറ്റി എന്ന് പറയാം. ഇത്തരമൊരു സിവിൽ സൊസൈറ്റിയുടെ അടുത്ത പടിയായിരുന്നു ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ കാണുന്നത്. ഇന്ന് അത് വളരെ പ്രസക്തമാണ്. കാരണം അത്തരമൊരു സിവിൽ സൊസൈറ്റിയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് നാം അനുദിനം നമ്മുടെ മുന്നിൽ കണ്ടുവരുന്നത്. ശ്രീ ശർമ്മ സൂചിപ്പിച്ച ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ നിരാസം എന്നത് ഒരു വശത്ത് നടക്കുമ്പോൾ, മറുവശത്ത് വ്യക്തമായി ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കുകയും അവരെ കൊലസംഘങ്ങളാക്കി മാറ്റുകയും അതിഭീകരമായ അക്രമത്തിൻ്റെ തേർവാഴ്ചകൾ രാഷ്ട്രത്തിലുടനീളം, രാജ്യത്തിലുടനീളം അഴിച്ചുവിടുകയും അതിൻ്റെ ഫലമായി അധികാരം കൊയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് നാം കാണുന്നു. കഴിഞ്ഞ 8-9 വർഷങ്ങളായി അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. ഇന്ത്യ ഇന്നൊരു ജനാധിപത്യ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ കണ്ണു തുറന്ന് കാണുന്നവനും കാതു തുറന്ന് കേൾക്കുന്നവനും ബുദ്ധി തുറന്ന് മനസ്സിലാക്കുന്നവനും അധിക പങ്കും അല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർവേ, തിരഞ്ഞെടുക്കപ്പെട്ട എന്ന അർത്ഥത്തിൽ ഫുള്ളായിട്ടുള്ള വളരെ ലാർജ് സർവേ ആയിരുന്നില്ല, പക്ഷേ ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിൽ മിസോറാം, മണിപ്പൂർ എന്നിവയുള്ളത് ഒഴിച്ചുകൊണ്ടുള്ളൊരു സർവേയിൽ 70-80% ആളുകൾ ഇവിടെ അതോറിറ്റേറിയനിസത്തിനെ, ഏകാധിപത്യത്തിനെ, സമഗ്രാധിപത്യത്തെയാണ് കൂടുതൽ പ്രിയങ്കരമായി കാണുന്നത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കൂട്ടം, ഒരു സംഘം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തി അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമായി ഇതിനെ കാണുകയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. നാരായണ ഗുരുവിനെ പോലെയും അയ്യങ്കാളിയെ പോലെയും സഹോദരൻ അയ്യപ്പനെ പോലെയും ഗാന്ധിജി പോലെയുള്ളവരും ഒക്കെ നമുക്ക് നേടിയെടുത്തു തന്നിട്ടുള്ള ആധുനികതയുടെ സാധ്യതകൾ, ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ, മാനുഷികമായി മനുഷ്യത്വപരമായി ജീവിക്കുവാനുള്ള നമ്മുടെ അവസരങ്ങൾ തീർത്തും ഇല്ലാതെയാക്കുന്ന തരത്തിൽ നമ്മുടെ മനുഷ്യർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാസ്തവമാണ് ഇവിടെ നിൽക്കുന്നത്. കേരളം ഇതിൻ്റെ ഒരു അപവാദമാണ് എന്ന് നാം പലപ്പോഴും സ്വയം പറയാറുണ്ട്. നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുമുള്ള പല സുഹൃത്തുക്കളും പറയും, എപ്പോൾ കാണുമ്പോഴും ഇവിടെ സന്ദർശിക്കുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കേരള ഈസ് സ്റ്റിൽ ആൻ എക്സെപ്ഷൻ എന്ന്. കേരളം ഇന്നൊരു അപവാദമാണ്. വടക്കേ ഇന്ത്യയിൽ കാണുന്ന അതിഭീകരമായ ഹിന്ദുത്വയുടെ ഒരു വാഴ്ചയോ അല്ലെങ്കിൽ അവരനെ കൊണ്ട് സ്വന്തം ഇഷ്ടമുള്ള പ്രകാരം ഏത് അക്രമപ്രവൃത്തിയും ചെയ്യിപ്പിക്കുവാനുള്ള ഒരു ത്വരയോ കേരളത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നു. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ അത് ഉപരിതലത്തിൽ കാണുന്നില്ല എന്നതാണ് സത്യം എന്ന് പറയേണ്ടി വരും.
കാരണം മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നാം കാണുന്ന യാഥാർത്ഥ്യം പുറമേ നിൽക്കുന്ന ഉപരിതലത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് താഴോട്ട് പോകും തോറും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരാൻ തയ്യാറുള്ള അക്രമത്തിൻ്റെ വാസനകൾ, അക്രമത്തിൻ്റെ ത്വരകൾ മനുഷ്യനെയും ഭിന്നിപ്പിച്ചുകൊണ്ട് വെറുപ്പിനെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും ചിന്തകളും തൊട്ട് കീഴിൽ അറ്റ് എ ലോവർ ലെവൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഒരുപക്ഷെ നാം ഇന്ന് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഏതോ നിലയ്ക്ക് ഇവിടെയുണ്ടായിരുന്ന ഇന്നും തുടരുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ ബോധത്തിൻ്റെ തുടർച്ചകൾ എന്ന് ഞാൻ പറയട്ടെ, ബാക്കിപത്രങ്ങൾ എന്ന് ഞാൻ പറയട്ടെ, ഈ പ്രവണതകളെ ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താൻ സഹായിക്കുമ്പോഴും ആ പ്രവണതകളെ വേണ്ട പോലെ നേരിടാനോ അവയെ വേണ്ട പോലെ കീഴ്പ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളവും കൈവിട്ടു പോകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ വിനാശത്തിൻ്റെ സന്ദേശകനായിട്ടല്ല ഇത് പറയുന്നത്, യാഥാർത്ഥ്യത്തിൻ്റെ സന്ദേശകനായിട്ടാണ് ഇത് പറയുന്നത്. ഈ വരാനിരിക്കുന്ന 2024 ഇലക്ഷന് ശേഷം പിന്നീട് രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്നത് പലപ്പോഴും മനുഷ്യന് ഒരു സ്വഭാവമുണ്ട്. താൻ കടന്നുപോയ കാലങ്ങളെ തിരിഞ്ഞു നോക്കി അന്ന് താൻ എന്ത് ചിന്തിച്ചിരുന്നു എന്ന് പലപ്പോഴും ഇന്ന് നാം ചിന്തിക്കാറില്ല. ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് നാം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മിൽ എത്ര പേർ അത് വിശ്വസിക്കുമായിരുന്നു? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2008 കോഴിക്കോട് സർവകലാശാലയിൽ സാംസ്കാരിക പഠനം എന്ന ഒരു ശാഖ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സെമിനാർ നടത്തുവാൻ നടത്തുകയും അതിൽ കേവലം അക്കാദമിക്കുകളോ അധ്യാപകരോ വിദ്യാർത്ഥികളോ അല്ലാതെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരികയും, കാരണം ഒരു സർവകലാശാലയ്ക്കകത്ത് മാത്രം നടക്കേണ്ട കാര്യമല്ല ഇത്തരം ബൗദ്ധിക പ്രവർത്തനങ്ങൾ. ബാങ്ക് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും വിദ്യാർത്ഥികളും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രതിനിധികളെ വിളിച്ച് ഏതാണ്ട് 120ഓളം ആളുകൾ പങ്കെടുത്ത ആ സെമിനാർ വിസിറ്റേഷൻസ് ഓഫ് ദ പാസ്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഭൂതകാലത്തിൻ്റെ സന്ദർശനങ്ങൾ. ഹിന്ദു റിവൈവലിസം ആൻഡ് പോപ്പുലർ കൾച്ചർ, ഹിന്ദു പുനരുത്ഥാനവാദവും പൊതു സംസ്കാരവും, ഇതായിരുന്നു അന്നത്തെ ആ ചർച്ച. അന്ന് അവിടെ വന്നിരുന്നവർ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു കാര്യം സംശയമില്ലാതെ പറഞ്ഞു: ഒരിക്കലും ഇന്ത്യക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഓജസ് അത്ര ശക്തമായതിനാലും നമ്മുടെ എന്ന് പറയുന്നത്, ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത്ര വൈവിധ്യമാർന്നവരായതുകൊണ്ടും ഒരിക്കലും ഇത് ഏകതാനമായ ഏകരൂപമായ ഒരു ഫാഷിസ്റ്റ് വ്യവസ്ഥയിലേക്ക് കൂപ്പുകുത്താൻ ഇതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാലും ഇത് അപകടകരമാണ് എന്ന് സമ്മതിച്ചു. അന്നുണ്ടായിരുന്ന പലരോടും ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന്. രസകരമായ കാര്യം, പലർക്കും ഓർമ്മയില്ല എന്നുള്ളതാണ്. നാം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മണ്ണിനടിയിൽ നിന്ന് കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് നാം അറിയുന്നില്ല. ഇന്നലെ വരെ നമ്മുടെ സുഹൃത്തുക്കളായി, സഹവർത്തികളായി, നമ്മുടെ അയൽക്കാരായി കണ്ടവർ പെട്ടെന്ന് നമ്മെ ക്രിസ്ത്യാനിയായിട്ടോ ഹിന്ദുവായിട്ടോ മുസ്ലിമായോ കണ്ടു തുടങ്ങുകയും പിറ്റേ ദിവസം മുതൽ അതൊരു ന്യൂ നോർമൽസി ആവുകയും പുതിയ ഒരു സാധാരണത്വമായി മാറുകയും അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഒന്നല്ല, 1000 അല്ലെങ്കിൽ അനേകായിരം സഹോദരൻ അയ്യപ്പന്മാർ ആണ് ആവശ്യമുള്ളത്.
അന്ന് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടി വന്നിരുന്നത് സമൂഹത്തിൻ്റെ തന്നെ ജീർണതകളും യാഥാസ്ഥിതികതയും കടുത്ത അന്ധവിശ്വാസങ്ങളും ശാസ്ത്രബോധമില്ലായ്മയും യുക്തിഹീനതയുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അവയെ ഒക്കെ തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും അവയുപയോഗിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കുകയും അവരെ വളരെ ശക്തമായ ഒരു വിജിലാൻറ്റെ പട്ടാളമായി മാറ്റുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പന്മാർ ഇനിയും വേണ്ടതാണ്. സഹോദരൻ അയ്യപ്പൻ്റെ സ്മരണ ഇന്ന് നാം പുതുക്കുമ്പോൾ ഈ ഒരു ബോധത്തോടു കൂടി വേണ്ടി തന്നെയായിരിക്കണം അത് പുതുക്കേണ്ടത്. ഒരു നിലയ്ക്ക് നമ്മിലൊക്കെ തന്നെ, എന്നിലൊക്കെ ആവണമെന്നില്ല, ചെറുപ്പക്കാരിലാണത് വേണ്ടത്, നമ്മിലൊക്കെ തന്നെ ഒരു സഹോദരൻ അയ്യപ്പൻ ഉണ്ടായാലേ ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനും നമ്മൾ വളരെ പ്രധാനമായി പരിഗണിക്കുന്ന മതനിരപേക്ഷമായ ഒരു ജനാധിപത്യത്തിനും തുടർച്ചയുണ്ടാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.